നാം ബ്രഹ്മലോകത്തിൽ വരില്ല ദേവർഷി. കാരണം അവിടെ നമുക്ക് ശാസനയല്ലാതെ മറ്റൊന്നും ലഭിക്കാൻ പോകുന്നില്ല. പിന്നെയും ആശങ്ക. പക്ഷേ ആശങ്കയ്ക്ക് കാരണമുണ്ട് ദേവർഷി. നാരായണ നാരായണ ദേവരാജ, ഞാനും ഉണ്ടല്ലോ അങ്ങയുടെ കൂടെ. പുത്രന്റെ അടുത്ത് പിതാവിനെ കൊണ്ടുപോയാൽ അത് ഫലദായകവും സാർത്ഥകവുമാകുന്നു. അങ്ങ് ബ്രഹ്മദേവന്റെ മാനസപുത്രനാണ്. പുത്രനെയും കൂട്ടി പിതാവിന്റെ സമീപം ചെന്നാൽ പുത്രനും പുത്രനെ അനുഗമിക്കുന്നവർക്കും ശാസന ലഭിക്കും. അതിനാൽ ദേവർഷി, ഞങ്ങൾ ബ്രഹ്മലോകത്തിലേക്കില്ല. ദേവരാജ, താങ്കൾക്ക് കാര്യം പൂർത്തിയാക്കണം, എന്നാൽ സങ്കോചവുമുണ്ട്. ഇവ രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ സാധിക്കാനാ? നാരായണ നാരായണ. അങ്ങയുടെ മാർഗദർശനം ഉണ്ടെങ്കിൽ രണ്ടെന്നല്ല വളരെ വളരെ കാര്യങ്ങൾ പൂർത്തിയാക്കാനാകും ദേവർഷി. താങ്കൾ ഇന്ന് സപ്തമസ്വരത്തിൽ പറയുകയാണല്ലോ ദേവരാജ. ഉചിതം തന്നെ. നിങ്ങളുടെ എല്ലാം ഹിതമോർത്ത് ഈ കാര്യം ഞാൻ തനിയെ ചെയ്തുകൊള്ളാം. ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കും ദേവർഷി. കടപ്പാട് കാര്യം പൂർത്തിയായതിനു ശേഷം. ഈ സമയം ചിന്തകൾ വെടിയാൻ ശ്രമിക്കണം ദേവരാജ. നാരായണ നാരായണ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പ്രണാമം മാതാവേ. വരൂ നാരദ, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നെ എന്തിനു പ്രതീക്ഷിക്കുന്നു മാതാവേ? നിനക്ക് ഉപദേശം നൽകുവാനായി. നാരായണ നാരായണ. അതായത് അവിടത്തേക്ക് മുന്നേ അറിയാമായിരുന്നു ഒരു കാര്യത്തിനായി ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. എന്തുകൊണ്ടറിയുകയില്ല? ജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവിയല്ലേ ഞാൻ. നീയും ഇതുദ്ദേശിച്ചല്ലേ വന്നത്? ദേവരാജൻ ഇന്ദ്രന്റെ ആ സമസ്യയ്ക്ക്, ഭഗവാൻ വിഷ്ണുവിന്റെ വാക്കുകൾ കൊണ്ട് ഉദ്ഭവിച്ച ആ സമസ്യയ്ക്ക് എന്റെ അടുത്ത് വന്നാൽ സമാധാനം ലഭിക്കുമെന്ന്. നാരായണ നാരായണ. ആശ്ചര്യം, ആശ്ചര്യം. പക്ഷേ സുഖമയവും. ജ്ഞാനത്തിന്റെ ദേവിക്ക് സർവവും മനസ്സിലാകുന്നു. നാരദന്റെ പ്രവൃത്തിഭാരം കുറഞ്ഞിരിക്കുന്നു. കുറഞ്ഞിട്ടില്ല, വർദ്ധിച്ചിരിക്കുന്നു. അതെങ്ങനെ മാതാവേ? നാരദ, ഒരാളുടെ ധർമ്മം ഭ്രഷ്ടമാക്കുക മഹാപാപമാണ്. പിന്നെ ധർമ്മഭ്രഷ്ടരാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക അധർമ്മമാണ്. അതായത് ഭഗവാൻ വിഷ്ണു ഞങ്ങൾക്ക് പാപത്തിന്റെയും അധർമ്മത്തിന്റെയും മാർഗം കാണിച്ചു. അങ്ങനെയല്ല. അങ്ങനെ പറയാനുള്ള ധൈര്യം എനിക്കൊരിക്കലും ഉണ്ടാകില്ല. അദ്ദേഹം ഞങ്ങൾക്ക് പൂജനീയനാണ്. പക്ഷെ അവിടുന്ന് പാപത്തെയും അധർമ്മത്തെയും കുറിച്ച് ഞാനൊരു സാമാന്യ സത്യം പറഞ്ഞതാണ്. അകാരണമായി ധർമ്മനിഷ്ഠരെ ധർമ്മഭ്രഷ്ടരാക്കുക അധർമ്മമാണെന്ന്. അതായത് ധർമ്മഭ്രഷ്ടരെ ഭ്രഷ്ടരാക്കുന്നതിൽ ഒരു പാപവും അധർമ്മവും ഇല്ല എന്ന്. ആസുര ഭാഷ എന്തിനാണ് സംസാരിക്കുന്നത് നാരദ? സംസർഗത്തിന്റെ പരിണാമമാണ് മാതാവേ, സംസർഗത്തിന്റെ പരിണാമം. എന്ത് ചെയ്യാനാ? അസുരന്മാരുടെ സമീപം പോക്കും വരവും സാധാരണമാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ സങ്കല്പവും ആസുരവൃത്തിയോട് ബന്ധപ്പെട്ടതായിരുന്നു. അസുരൻ ധർമ്മത്തെ മാനിക്കുന്നത് സ്വന്തം അധർമ്മം വളർത്താനാണ്. ശിവഭക്തി ധർമ്മമുദ്ദേശിച്ചല്ല, സ്വാർത്ഥമുദ്ദേശിച്ച് ചെയ്യുകയാണ്. എത്ര തന്നെ ഭക്തി ഉണ്ടായാലും അവരുടെ ആസുരവൃത്തി അവർക്ക് ത്യജിക്കാനാവില്ല. ത്യജിക്കില്ല അസുരവൃത്തി. പക്ഷേ ധർമ്മവൃത്തി എങ്ങനെ ത്യജിക്കും? പറഞ്ഞാലും മാതാവേ. ഇല്ല നാരദ, ധർമ്മവൃത്തി ത്യജിക്കുന്ന കാര്യം ആരുടെയും ഹിതത്തിനാകില്ല. അതിനാൽ നിന്റെ ഈ ചോദ്യത്തിനെ തിരുത്തണം. അതായത് അസുരന്മാർ അവരുടെ ധർമ്മവൃത്തി എങ്ങനെ ത്യജിക്കുമെന്നത്. എന്റെ അഭിപ്രായവും അതുതന്നെ. ധർമാത്മാക്കളെ ബാധിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാരദ, നീ 3 ലോകങ്ങളിലും സഞ്ചരിക്കുന്നു. നീ സ്വയം തന്നെ ഈ സത്യം കണ്ടിരിക്കും, അറിഞ്ഞുമിരിക്കും. ഭോഗവിലാസത്തിലും ഈശ്വരദ്രോഹത്തിലും മുഴുകിയിരിക്കുന്നവർ ധർമ്മഭ്രഷ്ടരായി തീരുന്നു. ആ വ്യക്തികൾ കാമത്തിനും ക്രോധത്തിനും വശമതരായി ഹിംസയും അത്യാചാരവും പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഞാൻ അവിടുത്തെ ഉപദേശം ഗ്രഹിച്ചു കഴിഞ്ഞു മാതാവേ. ഇനി വിട നൽകിയാലും. നാരായണ നാരായണ. വിഷമിക്കുന്നത് കൊണ്ട് എന്ത് ഫലം സ്വാമി? ദേവർഷി നമ്മുടെ ശുഭകാംക്ഷിയാണ്. സമസ്യയ്ക്കൊരു ഉത്തരവുമായി
അദ്ദേഹം വരുന്നുണ്ടാകും. അതെ ദേവരാജ, ശ്രീഹരിവിഷ്ണുവിന്റെ കൃപ നമുക്കൊപ്പമുണ്ട്. വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. നാരായണ നാരായണ. ദേവഗുരു അങ്ങ് പറഞ്ഞത് ശരിയാണ്. വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ദേവി സരസ്വതി നമുക്കെല്ലാം മാർഗം സുഗമമാക്കി തന്നിരിക്കുന്നു. എനിക്കറിയാമായിരുന്നു, പക്ഷേ ഞാൻ അതിനെ അധികം ശ്രദ്ധിച്ചില്ല. മൂലവിഷയം പറയണം ദേവർഷി. ധൈര്യവാനാകൂ ദേവരാജ, ധൈര്യവാനാകൂ. ഞാൻ എന്തിനായി പോയിരുന്നുവോ അത് സാധിച്ചു വന്നു. അസുരന്മാരെ ധർമ്മപൃഷ്ഠരാക്കുന്നതിന്, ശിവഭക്തിയിൽ നിന്ന് വിമുക്തരാക്കുന്നതിനും അവരെ ഭോഗവിലാസത്തിലേക്ക് നയിക്കേണ്ടതുണ്ട്. ഭൗതികവാദവും വിലാസവും ഈശ്വരദ്രോഹങ്ങളാണ് ദേവരാജ. ഈ രണ്ട് ദുർഗുണങ്ങളും അസുരന്മാരെ ധർമ്മപൃഷ്ഠരാക്കുവാൻ പര്യാപ്തമാണ്. അതായത് ഏത് പ്രകാരം ഋഷിമാരുടെ തപസ് ഭംഗപ്പെടുത്താൻ അപ്സരകളെ അയച്ചിരുന്നുവോ അതുപോലെ അപ്സരകളെ ആ 3 പേരുടെയും സമീപം അയക്കണമെന്നോ? ആ മൂവരെയും ശിവഭക്തിയിൽ നിന്ന് അകറ്റാനുള്ള ഒരേ ഒരു ഉപായം ഇത് തന്നെയാണ്, അല്ലേ ദേവർഷി? നാം അവിടേക്ക് അപ്സരകൾ അയക്കേണ്ടതല്ലേ? അതുമാത്രമാണ് ഉപായമെങ്കിൽ തീർച്ചയായും അയക്കുക തന്നെ വേണം. മേനകെ, രംഭേ, നാരായണ നാരായണ. കൽപ്പിച്ചാലും ദേവരാജ. സ്മരിച്ചതെന്തിന് സ്വർഗാധിപതി? മേനകെ, രംഭേ, നിങ്ങൾ ഇരുവരും നൃത്തവും സംഗീതവും കൊണ്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തേണ്ടതുണ്ട്. നൃത്തവും സംഗീതവും? നൃത്തവും സംഗീതവും അങ്ങ് വിലക്കിയതാണല്ലോ ദേവരാജ. അതെ, ആ സമയം പരിതസ്ഥിതി അതായിരുന്നു. എന്നാൽ ഇപ്പോൾ പരിവർത്തനമുണ്ടായിരിക്കുന്നു. നിങ്ങൾ ഇരുവരും താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി ഇവരുടെ സമീപം ചെന്ന് ഉത്തേജകമായ നൃത്തം പ്രദർശിപ്പിക്കണം. ആ അസുരന്മാരുടെ സമീപമോ? പിന്നെ ഞങ്ങൾ ജീവനോടെ തിരിച്ചു വരികയില്ല. ഋഷിമാരുടെ തപസ് ഭംഗപ്പെടുത്താനാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും പോകും. അവർ ഏറി വന്നാൽ ശാപം തന്നേക്കും. പക്ഷെ അസുരർ പ്രാണൻ തന്നെ എടുത്തേക്കും. ഇത്രയ്ക്ക് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഒരു അത്യാവശ്യ ലക്ഷ്യത്തിന്റെ പൂർത്തിക്കായി നിങ്ങൾ ഇരുവരും അവിടെ പോകണം. അവർ 3 ശിവഭക്തിയിൽ ലീനരാണ്. അവരെ ശിവഭക്തിയിൽ നിന്നും വിമുഖരാക്കണം. ദേവരാജ, ഭക്തിയിൽ ലീനരായ ഭക്തന്മാർ ഭക്തിയിൽ നിന്ന് വിമുക്തരാകുമോ? രംഭേ, ഈ ഭക്തി സദാചാര ഭക്തന്മാരുടേതല്ല, ദുരാചാരി അസുരന്മാരുടേതാണ്. എത്ര കാലം ദൂരെ കഴിയാനാകും അവർക്ക് അവരുടെ താമസ വൃത്തിയിൽ നിന്ന്? നിങ്ങളുടെ രൂപസകുമാര്യത്തിന്റെ ആകർഷണം അവരെ ശിവഭക്തിയിൽ നിന്നും അകറ്റുവാൻ സഹായകമാകും. അതുമല്ല, ദേവരാജൻ നിങ്ങളെ അത്തരം പ്രവർത്തിക്ക് നിയോഗിക്കുകയില്ല. പ്രാണന് ഹാനി സംഭവിക്കാൻ സാധ്യതയുള്ളയിടത്ത് ഭയഗ്രസ്തരാകേണ്ടതിന്റെ ആവശ്യമില്ല. നിർഭയരായി പോകൂ. ആ 3 പേരുടെയും തപസ് ഭംഗപ്പെടുത്തി ഇന്ദ്രലോകത്തിൽ തിരിച്ചു വരൂ. കൽപ്പന പോലെ ദേവരാജ. സൈനികരെ, കൽപ്പിച്ചാലും സ്വാമിൻ. ദേവന്മാരയച്ച ഈ സൂത്രക്കാരികളായ അപ്സരസുകളെ സ്വർണ്ണപുരത്തിന്റെ പുറത്തറിയൂ. കൽപ്പന പോലെ പ്രഭു. കൊണ്ടുപോ. അതെ, മേനകയും രംഭയും ഒരുപക്ഷെ ദുഷ്ടരായ താരകപുത്രന്മാർ ഇവര്.
രംഭേ, മേനകേ, രംഭേ, ശാന്തയാകൂ രംഭേ, ശാന്തയാകൂ. ശാന്തയാകും മേനകേ. വരൂ, സ്വർഗലോകത്തിൽ പോകാം. ആ, ദേവരാജ, ഇത് ഇത് കണ്ടോ കണ്ടോ എന്താണ് എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് ദേവരാജ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുതെന്ന്. അങ്ങയുടെ ആജ്ഞ കാരണം ഞങ്ങൾ ഈ പ്രാണസങ്കടത്തിൽ അകപ്പെട്ടു. ഈ അഗ്നിദേവനും അരുണദേവനും കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു? അവർ മനസ്സിലാക്കി കഴിഞ്ഞു ദേവരാജ, താങ്കളാണ് ഞങ്ങളെ അയച്ചതെന്ന്. അസുരന്മാരുടെ ക്രോധം ഇനി അങ്ങോട്ട് നേർക്കാമോ? നിങ്ങൾ രണ്ടുപേരും പോയി വിശ്രമിക്കണം. പറഞ്ഞാലും ഗുരുദേവ, നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനെ ശരണം പ്രാപിക്കുക എന്നല്ലാതെ മറ്റൊരു ഉപായവുമില്ല ദേവരാജ. tum